നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിൽ ബ്രസീൽ ക്വാർട്ടർ ഫൈനലിൽ ഉറുഗ്വായോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റു പുറത്തായ മത്സരത്തിൽ കളിയുടെ അവസാന 10-20 മിനിറ്റ് നേരത്തോളം ഉറുഗ്വായി കളിച്ചത് 10 പേരെ വെച്ചിട്ടാണ്. ഒരാൾ കുറവായിരുന്നു അവർക്ക്. ആ ഒരു ആളെണ്ണത്തിലെ ന്യൂമറിക് അഡ്വാൻറ്റേജ് ഉപയോഗപ്പെടുത്താൻ പോലും ബ്രസീലിന് കഴിഞ്ഞില്ല. ഉറുഗ്വായുടെ ഡിഫൻസ് കീറി മുറിച്ചൊരു നീക്കം നടത്തിക്കൊണ്ട് വലയിലേക്ക് പന്തും നിക്ഷേപിച്ച് മടങ്ങി വരുന്ന ഒരു ബ്രസീലിയൻ താരത്തെയും നമ്മൾ കണ്ടില്ല. കമൻറ്റേറ്റർമാരപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഇവിടെയാണ് ബ്രസീൽ നെയ്മറെ മിസ് ചെയ്തത്, ഇവിടെയാണ് ബ്രസീൽ വിനി ജൂനിയറെ മിസ് ചെയ്യുന്നത് എന്ന്. വിനി അവിടെ നിൽക്കട്ടെ, അദ്ദേഹം സസ്പെൻഷൻ വാങ്ങി പുറത്തായതാണ്. നെയ്മർ പരിക്കിൻ്റെ പിടിയിലായി പുറത്തിരിക്കുന്നു. നെയ്മറെ പോലുള്ളൊരു പ്രതിഭ ഇപ്പോഴും ബ്രസീലിന് മറ്റൊരാളില്ല. അതായത് നെയ്മറെ പോലെ മറ്റൊരാൾ പിന്നെ ബ്രസീലിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏത് പ്രതിരോധത്തിൻ്റെ പൂട്ടും പൊളിച്ചങ്ങ് കടന്നു കയറാൻ കെൽപ്പുള്ള ഡ്രിബിളിങ്ങുമായിട്ട് വിസ്മയിപ്പിക്കുന്ന മാജിക്കൽ മൂവ്മെൻറ്റുകൾ നടത്തി പ്രതിരോധ കൊട്ട പിളർക്കാൻ നെയ്മറെ പോലെ ഒരാളില്ലാതെ പോയത് തന്നെയാണ് ഈ കോപ്പ അമേരിക്കയിൽ ബ്രസീലിന് വിനയായത്. ഇപ്പോൾ ചിലരൊക്കെ പറയും 2019 കോപ്പ അമേരിക്ക നെയ്മർ ഉണ്ടായിട്ടാണോ നേടിയത്? അല്ല, ശരിയാണ്. പക്ഷേ നെയ്മർ ഇല്ലാതെ പിന്നെ കളിച്ച കോപ്പകളൊക്കെ ഒന്നെടുത്ത് നോക്കിയാൽ മതി. പലപ്പോഴും നെയ്മർ ഇല്ലാതെ കളിക്കുമ്പോൾ ബ്രസീൽ ബുദ്ധിമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നെയ്മർ ഉള്ള ഘട്ടത്തിൽ ബ്രസീലിൻ്റെ വിന്നിങ് പെർസെൻറ്റേജ് 58%. നെയ്മർ ഇല്ലാത്തപ്പോൾ അത് 43% കുറയുന്നു എന്നുള്ളിടത്തുണ്ട് നെയ്മർ എന്ന താരത്തിൻ്റെ പ്രാധാന്യം മുഴുവനും. നെയ്മർ ഇല്ലാതെ കളിച്ചിട്ടുള്ള കളികൾ നോക്കുക. ഇപ്പം നെയ്മറുടെ ഇഞ്ചുറിക്ക് ശേഷം ബ്രസീൽ 7 മത്സരങ്ങൾ കോമ്പറ്റിറ്റീവ് ഗെയിംസാണ്, ഫ്രണ്ട്ലി മത്സരങ്ങളൊക്കെ മാറ്റിവെക്കുന്നേ. കോമ്പറ്റിറ്റീവ് ഗെയിംസ് നെയ്മറുടെ ഇഞ്ചുറിക്ക് ശേഷം 7 മത്സരങ്ങൾ കളിച്ചിട്ട് എത്ര എണ്ണം ബ്രസീൽ ജയിച്ചു? ഒറ്റയൊന്ന് മാത്രം. വിന്നിംഗ് പെർസെൻറ്റേജ് 14% മാത്രം. 3 തോൽവികൾ, 43% തോറ്റു എന്നർത്ഥം. അത് പെനാൽറ്റിയിലെ ഈ തോൽവി കൂടി ചേർത്താൽ 4 എണ്ണം എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ 57% ലോസ് വന്നിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. 3 ഡ്രോകൾ, 43%. സോ 6 ഗോളുകൾ ബ്രസീൽ ആകെ സ്കോർ ചെയ്തത് 6 ഗോളുകൾ, തിരികെ വാങ്ങിയത് 7 ഗോളുകൾ. അപ്പം വിത്തൗട്ട് എ ഗോൾ സ്കോർഡ് 4 മത്സരങ്ങൾ, ഈ 7 കളികളിൽ 4 എണ്ണത്തിൽ ഒരു ഗോൾ പോലും ബ്രസീലിന് അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. സോ ഇനി പറയൂ, നെയ്മർ ഇല്ലാതെ ബ്രസീലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. സമീപകാലത്തെ യാഥാർത്ഥ്യം അതാണ്. ഫാക്ട് വെച്ച്, കണക്ക് വെച്ചാണ് നമ്മൾ പറയുന്നത്. സോ ബ്രസീൽ നീഡ്സ് നെയ്മർ എവിടെയോ കളിക്കട്ടെ, ഏത് ലീഗിലോ കളിക്കട്ടെ, ആ നിലവാരമുള്ളൊരു താരത്തെ ബ്രസീൽ പ്രൊഡ്യൂസ് ചെയ്യുവോളം ടീമിനോടൊപ്പം നെയ്മർ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇതായിരിക്കും സംഭവിക്കുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ